ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണിയിലും അസ്വാരസ്യം സൃഷ്ടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപേ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റിനായി വടംവലി. സി പി എമ്മിന്റെ ഇളമരം കരീം, CPIയുടെ ബിനോയ് വിശ്വം, കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി എന്നിവർ ജൂലൈയിൽ വിരമിക്കുന്ന ഒഴിവിലേക്കാണ് അംഗം മുറുകുന്നത്. 3 സീറ്റുകളിലാണ് ഒഴിവ് വരുന്നതെങ്കിലും നിയമസഭയിലെ നിലവിലെ അംഗബലമനുസരിച്ച് 2 പേരെയേ ഇടതുമുന്നണിക്ക് വിജയിപ്പിക്കാൻ കഴിയൂ എന്നതാണ് വെല്ലുവിളി. ഒരാളെ UDFനും വിജയിപ്പിക്കാം. ലോക്സഭയിൽ 3-ാം സീറ്റിന് പകരമായി ഇക്കുറി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാമെന്ന് നേരത്തെ തന്നെ UDFൽ ധാരണയായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തർക്കത്തിന് സാധ്യതയില്ല. എന്നാൽ ഇടതുമുന്നണിയുടെ സ്ഥിതി അതല്ല. ഒരു സീറ്റ് ജോസ് കെ മാണി ഒഴിയുന്നതായതുകൊണ്ട് അതിന് അവകാശവാദം അവർ തീർച്ചയായും ഉന്നയിക്കും. CPIയുടെ സീറ്റ് വിട്ടുകൊടുക്കാൻ അവരും തയ്യാറാകില്ല. ഇതിനകം തന്നെ അതിൻ്റെ സൂചനകൾ അവർ നൽകിക്കഴിഞ്ഞു. രാജ്യസഭാ സീറ്റ് വിഷയം മുന്നണിയിൽ ഉന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ തിരിച്ചടി നേരിട്ട രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ജോസ് കെ മാണി പക്ഷം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. 2009 മുതൽ കേരള കോൺഗ്രസിന് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി വിട്ട KM മാണിയെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യസഭാ സീറ്റ് നൽകിയാണ് മടക്കിക്കൊണ്ടുവന്നത്. അന്ന് കോട്ടയം MP ആയിരുന്ന ജോസ് കെ മാണി ആ സ്ഥാനം രാജിവെച്ചാണ് രാജ്യസഭയിലേക്ക് മത്സരിച്ചത്. പിന്നീട് കേരള കോൺഗ്രസ് UDF വിട്ട് ഇടതുമുന്നണിയിലെത്തിയപ്പോൾ ജോസ് കെ മാണി രാജ്യസഭാംഗത്വം രാജിവെച്ചെങ്കിലും ആ സീറ്റ് CPM അവർക്ക് തന്നെ നൽകുകയായിരുന്നു. ഒരു തവണ എന്ന ഉപാധിയിലാണ് അന്ന് സീറ്റ് നൽകിയതെന്ന് CPM വൃത്തങ്ങൾ പറയുന്നു. കേരള കോൺഗ്രസിനെ പോലെ തന്നെ മുന്നണി മാറി വന്നപ്പോൾ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും രാജ്യസഭാ സീറ്റ് നൽകിയിരുന്നു. അവർക്കും ഒരു തവണ എന്ന ഉപാധിയോടെയാണ് ആ സീറ്റ് നൽകിയത്. കാലാവധി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുത്തു. അതിൽ അവർക്ക് കടുത്ത നീരസമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഇക്കുറി രാജ്യസഭയിലേക്ക് അവരും അവകാശവാദം ഉന്നയിക്കുമെന്ന് സൂചന.